ശംഖു, ഇവിടെ ഇപ്പോൾ നോക്കൂ, അപ്രതീക്ഷിതമായി നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ആരും എക്സ്പെക്ട് ചെയ്യാതെ വന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങളുണ്ട് പൊളിറ്റിക്കൽ വിഷയങ്ങൾക്കപ്പുറത്ത്. ഇപ്പോൾ ഗുജറാത്തിൽ നോക്കൂ, പുരുഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് അവിടെ ക്ഷത്രിയ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന വികാരമാണ്. അതങ്ങനെ ഒരു ഇലക്ഷൻ രംഗത്ത് മാത്രം നിൽക്കുന്ന വികാരമല്ല. ആ വികാരം അവിടെ പ്രവർത്തിക്കുമ്പോഴാണ് രാജ്കോട്ട് പോലെയുള്ള സീറ്റുകളിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. ജാട്ട് ബെൽറ്റിൽ ഇപ്പോൾ ഹരിയാനയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിയാനയിൽ ഭരണമാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. ജാട്ട് ബെൽറ്റിൽ, അത് രാജസ്ഥാനിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, പശ്ചിമ യു പിയിലാവട്ടെ, അവർക്ക് വളരെ കൃത്യമായ എതിരഭിപ്രായമുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി വരുന്ന എന്നാൽ രാഷ്ട്രീയമായി പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുന്ന പല കാര്യങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ മുസ്ലിം ബാഷിംഗ് കൊണ്ട് മാത്രം ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവുമോ? ഇതിലെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ആ ചോദ്യത്തിലുള്ള മുൻവിധിയെ, ആ ചോദ്യത്തിലുള്ള തെറ്റായിട്ടുള്ള സൂചനയെ ഞാൻ ആദ്യം എതിർക്കട്ടെ. മുസ്ലിം ബാഷിംഗ് പ്രധാനമന്ത്രി നടത്തിയെന്നുള്ളത് അങ്ങയുടെ ദുരാരോപണമാണ്. പ്രധാനമന്ത്രി എവിടെയും ഒരു മുസ്ലിം ബാഷിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. നിങ്ങൾ ഓരോ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ പിന്നിലുള്ള കാരണങ്ങൾ അതാത് ദിവസങ്ങളിലെ ചർച്ചകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പോലും പറഞ്ഞു, നരേന്ദ്രമോദി പരിഭ്രമം കൊണ്ടാണ് ഇപ്പോ വികസന കാര്യങ്ങളൊന്നും പറയാതെ ഈ പറയുന്ന വർഗീയ കാർഡ് ഇറക്കുന്നത് എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം പോലും ഇവർ പൂർണ്ണമായി കേൾക്കുന്നില്ല. ഈ മീഡിയ ഈ പ്രൊജക്ട് ചെയ്ത ചില വാചകങ്ങളോ ഉദ്ധരണികളോ മാത്രമേ ഇവർ കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ആദ്യമായിട്ട് വിവാദമായിട്ട് വലിയ കാര്യത്തിൽ പൊട്ടിഘോഷിച്ചിരുന്ന രാജസ്ഥാനിലെ ബർസ്വാനിലുള്ളതും അതേപോലെ തന്നെ സിലോറിലുള്ളതും ഒക്കെ ആയിട്ടുള്ള പ്രസംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ സർക്കാരിന്റെ വികസന ട്രാക്ക് റെക്കോർഡിനെ സംബന്ധിക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ മുഴുവൻ വിശദീകരണവും. അതായത് ഇന്നിപ്പോ എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ ഒരു പ്രമുഖനായിട്ടുള്ള പോൾസ്റ്ററുടെ ഒരു ഇന്റർവ്യൂ ലൈവ് മിന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സ്പീച്ചിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 80% ഡെവലപ്മെന്റിനെ സംബന്ധിച്ചും 10% ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടും 5% സെൻസിറ്റീവ് ടോപ്പിക്സിനെ സംബന്ധിച്ചിട്ടുമാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ദീർഘമായിട്ടുള്ള സ്പീച്ചിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ എങ്ങനെ മാറ്റിയെന്ന അത് പറയാൻ പ്രധാനമന്ത്രിക്ക് ധാരാളം ഗ്രൗണ്ടുകൾ ഉണ്ട്. കാരണം 2014 അധികാരത്തിലേറുമ്പോൾ ലോകത്തിലെ 10ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന രാജ്യത്തിനെ 10 കൊല്ലം കൊണ്ട് ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കിയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് നരേന്ദ്രമോദിക്ക് ഉണ്ട്. 2.7 ട്രില്യൺ എക്കോണമി ആയിരുന്ന, എന്താണ് 2 ട്രില്യൺ പോലും ആയിരുന്നില്ല, 1.7 ട്രില്യൺ എക്കോണമി ആയിരുന്ന രാജ്യത്തിന്റെ എക്കണോമിക് സൈസ് ഇന്ന് 3 ട്രില്യൺ കഴിഞ്ഞ് 4 ട്രില്യണിലേക്ക് എത്തിച്ചതിന്റെ ട്രാക്ക് റെക്കോർഡ് നരേന്ദ്രമോദിക്ക് ഉണ്ട്. ഈ കോവിഡ് പോലെയുള്ള ഒരു മഹാമാരിയെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ടിട്ട് ഈ പറയുന്ന രാജ്യത്തിലെ 90 കോടി ആളുകൾക്ക് സൗജന്യമായിട്ട് വാക്സിൻ കൊടുത്തിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. 80 കോടി ആളുകൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് സൗജന്യമായിട്ട് റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. 12 കോടി ആളുകളുടെ വീട്ടിലേക്ക് ജലം എത്തിച്ചു കൊടുത്ത ജൽജീവൻ മിഷന്റെ ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ആദ്യമായിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം 1000 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. 4 കോടി ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീടുണ്ടാക്കി കൊടുത്ത ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. രാജ്യത്തെ ശുചിത്വം ഇത്രയും 75 വർഷത്തിന് ശേഷം ആളുകൾക്ക് ഭാരതത്തിൽ എന്താണ് വെളിയിടങ്ങളിൽ വിസർജനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ശുചിത്വ ഭാരത് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച് 11 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം, ഈ മാറ്റത്തെ സംബന്ധിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്പീച്ചിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അവിടെ പ്രധാനമന്ത്രി ചില രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മറുപടി കൂടി പറയുന്നു. എന്തിനാണ് മറുപടി പറയുന്നത്? ഇപ്പോ വോട്ട് ജിഹാദിനെ പറ്റി പറഞ്ഞു, മറിയാലം നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഈ രാഹുൽ ഗാന്ധി വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുന്നു, ആളുകളുടെ പണം പിടിച്ചെടുത്തിട്ട് വിതരണം ചെയ്തതിനെ പറ്റി പറയുന്നു. അപ്പൊ പ്രധാനമന്ത്രി അവിടെ ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബംഗാൾ ഉൾപ്പെടെ പൊട്ടിച്ചെടുത്തിട്ട് ഈ പറയുന്ന പോലെ വിതരണം ചെയ്യുമെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ പശ്ചാത്തലത്തിലാണ് രാം മന്ദിറിന്റെ വിഷയത്തിൽ കോൺഗ്രസ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഹെയ്റ്റ് എത്രയാണ്. ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ടുപോയിട്ട് ആ പ്രാണപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുന്ന എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള മട്ടിൽ അതിനെതിരെ നിരന്തരമായിട്ടുള്ള വിദ്വേഷ പ്രചരണം കോൺഗ്രസും INDA മുന്നണി നടത്തിയിട്ട് അതിനുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇവരുടെ നിലപാട് എന്തായിരിക്കും പരിശോധിക്കുന്നത്. ഇതല്ല പ്രധാനമന്ത്രിയുടെ സ്പീച്ചിന്റെ കണ്ടു. പക്ഷെ എന്താന്ന് വെച്ചാൽ മീഡിയ ഈ പറയുന്ന 5% സെൻസിറ്റീവ് ടോപ്പിക്സിനെ മാത്രം, അതിനെ മാത്രം എന്താണ് സെൻസേഷനലൈസ് ചെയ്യും, അത് മാത്രം പ്രൊജക്ട് ചെയ്യും. ഇത് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി മറ്റു കാര്യങ്ങളും പറയുന്നുണ്ടെന്നുള്ളതാണ് BJP ഡിഫൻസ്